Good afternoon. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിന് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തെറാപ്പിക്, ജനറൽ, ഡയഗ്നോസിസ്, ഇൻഫർമേറ്റീവ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചാപ്റ്റർ വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോണത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതില് ആദ്യം എടുക്കുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് നമുക്കൊരു ടേബിൾ പോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഇൻപേഷ്യന്റ് സർവീസ്. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള പേഷ്യൻസ്, അഡ്മിറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണ പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യൂല, അല്ലെങ്കിൽ അവരുടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല, നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് നിൽക്കാം. അങ്ങനത്തെ പേഷ്യന്റാണ് നമ്മൾ പറയുന്നത് ഔട്ട് പേഷ്യൻസ്. നമുക്ക് രണ്ട് പേഷ്യൻസിനെ മനസ്സിലായി. അഡ്മിഷൻ എടുത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്നും. അഡ്മിഷൻ എടുക്കാണ്ട് ട്രീറ്റ്മെന്റ് കൺസൾട്ടേഷൻ മാത്രം എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് പേഷ്യൻസ് എന്നും പറയുന്നത്. ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ പേഷ്യന്റിന് റൂം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സാധാരണ റൂം അലോക്കേറ്റ് ചെയ്യും. പേഴ്സണൽ ആയിട്ട് ഓരോ പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ട് റൂം ഉണ്ടാവും. അല്ലെങ്കിൽ പേഷ്യന്റ് എന്തായിരിക്കും? വാർഡായിരിക്കും കൊടുക്കുന്നത്. വാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ രോഗികൾ ആ വാർഡിൽ ഉണ്ടാവും. അപ്പം പേഴ്സണൽ ആയിട്ട് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി എന്താ പറയാ പ്രൈവസി ഒക്കെ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ എവിടെയാണ് അഡ്മിഷൻ എടുക്കാം? അവര് പേഷ്യൻസിന് റൂം, സെപ്പറേറ്റ് റൂം എടുക്കാറുണ്ട്. അല്ലാത്തൊരു പേഷ്യന്റ് വാർഡായിരിക്കും എന്ത് ചെയ്യണത്? പ്രിഫർ ചെയ്യണത്. പൈസക്ക് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ കോമൺ ആയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യം കോമൺ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളവരാണെങ്കിൽ പേഷ്യൻസ് വാർഡാണ് ഓപ്റ്റ് ചെയ്യാറ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU ആണ്. നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് സ്റ്റേ ചെയ്യിക്കുന്ന സ്ഥലമാണ് ICU എന്ന് പറയുന്നത്. ICUനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ പറയാം. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ നമുക്കറിയാം. ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സർജറി എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള പ്ലേസ് ആണ് ഇത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ലേബർ റൂംസ്, ഡെലിവറിയുടെ ഭാഗമായിട്ട് നോർമൽ ഡെലിവറിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ലേബർ റൂംസിലാണ് നോർമൽ ഡെലിവറി ഒക്കെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു സൗകര്യങ്ങളും എന്ത് പറയുന്നത്? ലേബർ റൂംസ്. അതേപോലെ മെറ്റേണിറ്റി വാർഡ് എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മയും കുഞ്ഞും നിൽക്കണ വാർഡിലെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. ഇത്രയും സർവീസുകളാണ് ഇൻപേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് റൂം, പേഷ്യന്റ് വാർഡ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ്. ദെൻ ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. പുറത്തുനിന്ന് വന്നിട്ടുള്ള പേഷ്യൻസിന് എന്തൊക്കെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇന്ന സുഖമായിട്ട് വെയിറ്റ് ചെയ്യണം, ഇന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് പറയണത് കേട്ടോ. ഫസ്റ്റ് പറയണത് കാഷ്വാലിറ്റി ആണ്. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ആക്സിഡന്റിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ എവിടെ മാറ്റാം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മാറ്റുന്നത്. കാഷ്വാലിറ്റിയിലാണ് കാണിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കാർഡിയോളജി.
ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് പോവുകയാണെങ്കിൽ അത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദ്രോഗമായിട്ട് ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എവിടെയാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അടുത്താണ് ഹെമറ്റോളജി. ത്വക്കില് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം, സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ത്വക്ക് രോഗ വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഇനി ഇയർ നോസ് തോട്ട് എന്ന് വെച്ചാൽ ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ENT വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഇയർ, നോസ്, തോട്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം, ചെവി വേദന അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, തോട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യണത്? ENT പ്രൊവൈഡ് ചെയ്യുന്നത്. ഇയർ നോസ് അപ്പൊ ENT ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ENT വിഭാഗം ഫുൾ ഫോം ചോദിക്കാം. അടുത്തതാണ് ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയോജന ട്രീറ്റ്മെന്റ്. പ്രായമായ വ്യക്തികൾ ഉണ്ടാവും, വയോജനങ്ങൾ എന്ന് പറയുന്ന ആരാണ്? പ്രായമായ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് വയോജനങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അസുഖങ്ങളൊക്കെ വരും. അപ്പൊ ആ അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് വെച്ചാൽ ഉദരരോഗ വിഭാഗമാണ്. നമ്മുടെ വയറായിട്ട് റിലേറ്റ് ചെയ്യണം അസുഖങ്ങളെ ഡീൽ ചെയ്യണം വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോണെന്ന് വെച്ചാൽ ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ജനറൽ സർജറി, എന്തെങ്കിലും സർജറി കോമൺ ആയിട്ട് എന്തെങ്കിലും സർജറി ഒക്കെ നടത്തുകയാണെങ്കിൽ ജനറൽ സർജറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഹീമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഹീമറ്റോളജി. ഒബ്സ്ട്രറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൈൽഡ് ബർത്ത്, അതേപോലെ നമ്മുടെ നമ്മുടെ കുട്ടി ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് കൊടുക്കണ കെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഒബ്സ്ട്രറ്റിക്സ് എന്ന് പറയുന്നത്. പീഡിയാട്രിക്സ് നമുക്കറിയാം എന്താണ്? ശിശുരോഗ വിദഗ്ധനാണ് പീഡിയാട്രിക്സിനെ പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഡീവ്യവസ്ഥയ്ക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യപ്പെടുന്ന ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് പറയുന്നത്? ന്യൂറോളജി എന്ന് പറയുന്നത്. ഓങ്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ, അർബുദമായിട്ട് റിലേറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓൺസോമോളജി എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ണായിട്ട് റിലേറ്റ് ചെയ്യണ എന്താ അസുഖത്തിനും ട്രീറ്റ്മെന്റ് എവിടെ കിട്ടും? ഓൺസോമോളജിയിൽ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഔട്ട് പേഷ്യന്റ് സർവീസുകളായിട്ട് പറയുന്നത്. നമ്മിനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോയിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിചയമായില്ലേ എന്താണെന്ന്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ നമ്മളുടെ ചൈൽഡ് ബർത്ത് ഉണ്ടല്ലോ, കുട്ടികളുടെ ജനനം, അതേപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞ് അമ്മയ്ക്ക് കുട്ടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഒബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഗൈനക്കല്ല, ഗൈനക് എന്ന് പറഞ്ഞാല് ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കഴിഞ്ഞതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പേരൊക്കെ പറഞ്ഞു പോയി. ഏകദേശം എല്ലാവർക്കും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്. EMT ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പൊ ഈ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വിഭാഗമാണെന്ന് പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? മനസ്സിലായല്ല? ഒന്ന് മെസ്സേജ് അയക്കേണ്ട പിള്ളേരെ. ഓക്കെ, ഇനി ഇനി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? ഔട്ട് പേഷ്യന്റ് ജെറിയാട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു മേഖലയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. വയോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അത്യാവശ്യം വയസ്സായ വ്യക്തികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. അവർക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു ഏജ് എത്തുമ്പോ അതിൻ്റെതായ അസുഖങ്ങളൊക്കെ വരുന്നുണ്ടാവും. ആ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്വക്ക് രോഗ വിദഗ്ധർ, നമ്മുടെ തൊലി ആയിട്ട് റിലേറ്റ് ചെയ്യണ, നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ റിലേറ്റ് ചെയ്യണ ട്രീറ്റ്മെന്റ് ആണ്. ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ആയിട്ട് റിലേറ്റ് ചെയ്യണ എന്താ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ്. ഡൗട്ട് ഒന്നും ഇല്ലാലോ?
ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇനി ഓരോന്നും ഇത് ജസ്റ്റ് പേര് മാത്രം പറഞ്ഞോളൂ. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഓക്കെ നോക്കിക്കോട്ടോ. ആദ്യത്തെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഇവിടെ പേഷ്യൻസ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് OT അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. എന്താണ് OP ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ OPD എന്ന് പറയും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD ഡിപ്പാർട്ട്മെന്റ്. OPയിൽ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ OP കാണിച്ചോ എന്ന് പറയാം. അപ്പൊ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചോളാനാണ് അവർ പറയുന്നത്. നമ്മളിവിടെ പേഷ്യൻസ് എന്തിനാണ് വേണേ ഓൺലി ഫോർ കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരുന്നത്. നമ്മൾ ഡോക്ടറെ കാണുന്നു, നമ്മുടെ അസുഖം പറയുന്നു, എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്, ആ ഡോക്ടർ മെഡിസിൻ എടുക്കുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നു. നോട്ട് ഫോർ അഡ്മിഷൻ. നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണില്ല, അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണില്ല, അഡ്മിഷൻ എടുക്കണില്ല. എന്നുവെച്ചാൽ അവിടെ ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചെയ്യുന്നില്ല. നോട്ട് ഫോർ അഡ്മിഷൻ. പേഷ്യൻസ് സീക്ക് ഫോർ മെഡിക്കൽ അഡ്വൈസ്. പേഷ്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? മെഡിക്കൽ അഡ്വൈസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് എവിടേക്ക് വരുന്നത്? OP ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. മെഡിക്കേഷൻ ഫോർ ദം ടു ടേക്ക് ഫോർ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു കുറച്ച് കാലയളവിലേക്ക് ചിലപ്പോൾ മെഡിസിൻസ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കണ്ട് റിപ്പീൻ ചെക്കപ്പ് പറയും. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ട് ഡോക്ടർ എഴുതി തരാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് അവർ എന്ത് ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ എടുക്കുന്നത്. ചിലപ്പോൾ 15 days പറയാറുണ്ട്. 15 ദിവസം കഴിഞ്ഞിട്ട് വരൂ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടൊക്കെ ഉണ്ടാവും, നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആലോചിച്ചിട്ട് മെഡിറ്റേഷൻ OPയിലാണ് നമ്മൾ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ആ പീരീഡ് ഓഫ് ടൈമും കൂടെ മെൻഷൻ ചെയ്യും, എന്നിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്? ഇപ്പൊ വയറുവേദനയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും, ഇപ്പൊ ഞാൻ മെഡിസിൻ എഴുതാനുണ്ട്, നിങ്ങൾ വേദന മാറിയില്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണം അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണിക്കണം എന്ന് അവരെന്ത് ചെയ്യും? റെഫർ ചെയ്യാറുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത് OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. Patients are then asked to come back for follow-up checkup. അവർ എന്ത് ചെയ്യും? ഫോളോ അപ്പ് ചെക്കപ്പിന് വരുന്നത് എന്ത് ചെയ്യും? പറയും. Patient treatment within the hospital lasts only for a day. ഒരു ദിവസത്തെ ആ ഹോസ്പിറ്റലിൽ അവർ എന്ത് ചെയ്യുള്ളൂ? ട്രീറ്റ്മെന്റിന് വേണ്ടി ഉണ്ടാവുള്ളൂ. ഹോസ്പിറ്റലിനകത്ത് ഒരു ദിവസത്തിനുള്ളിൽ അവർ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ വിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഏത് പേഷ്യന്റ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിന്റെ അകത്തല്ല, പുറത്തുനിന്ന് വന്ന കൺസൾട്ടേഷനും ട്രീറ്റ്മെന്റും എടുത്ത് ദെൻ ഒരു ദിവസത്തിനുള്ളിൽ അവരെന്തിനേക്ക് പോയിട്ട് പുറത്തേക്ക് പോണ പേഷ്യൻസിനെ നമ്മൾ എന്ത് പറയണത്? ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഇവിടെ രാവിലെ മോർണിംഗ് ഇത്ര അവർ ആയിരിക്കും ഇന്ന OP പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഓർത്തോയുടെ OP ഇത്ര അവർ ആയിരിക്കും, പീഡിയാട്രീഷ്യൻ ഇത്ര 2 hours ഉണ്ടാവും, 11 to 12 അങ്ങനെ ഇത്ര അവരെ അവിടെ എന്തുണ്ടാവുള്ളൂ? ആ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുള്ളൂ. ആ പറഞ്ഞ OP ആ ഹോസ്പിറ്റലിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രവർത്തിക്കുള്ളൂ. ഈ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും എവിടെ വരുന്നത്? OP ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ആരാണ് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്? കൺസൾട്ടേഷന് വേണ്ടി മാത്രം ആ ഹോസ്പിറ്റലിലേക്ക് വരും, പേഷ്യൻസിനെ കാണും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വിട്ട് പോകും. അങ്ങനത്തെ ഡോക്ടേഴ്സിനെയാണ് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അവരെയാണ് നമ്മൾ എന്ത് പറയണത്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഇന്ന അവർ മുതൽ ഇന്ന അവർ വരെ ഇന്ന ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ആ OP ഹാൻഡിൽ ചെയ്യണത്. ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ പീഡിയാട്രീഷ്യൻ ആണെങ്കിൽ 1-2 ഡോക്ടേഴ്സ് ഉണ്ടാവും അവിടെ. ആ ഹോസ്പിറ്റലിൽ തന്നെ 1-2 ഡോക്ടേഴ്സ് ഉണ്ടാവും. ഓരോ ദിവസം ഓരോ പീഡിയാട്രീഷ്യൻ ആയിരിക്കും ആ OP ഹാൻഡിൽ ചെയ്യണത്. ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അത് നോക്കാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് or OPD. In this department, people comes to the hospital only for consultation and not for admission. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പേഷ്യൻസ് വന്നത്? കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് OP ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് വന്നത്, നോട്ട് ഫോർ അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടിയിട്ടല്ല. The patient seek medical advice from the medication for them to take for a certain period of time. പേഷ്യൻസ് എന്തെടുക്കുന്ന സീക്ക് ചെയ്യുന്നത്? മെഡിക്കൽ അഡ്വൈസ് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ എത്ര നാളിലേക്ക് എടുക്കും? ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ആ മെഡിസിൻസ് എടുക്കുന്നത്. പേഷ്യൻസ് ആർ ദെൻ ആസ്ക്ഡ് ടു കം ബാക്ക് ഫോർ ഫോളോ അപ്പ്. അപ്പൊ പേഷ്യൻസിനോട് പറയാറുണ്ട് ഭൂരിഭാഗം ഡോക്ടേഴ്സും എന്താ? ഫോളോ അപ്പ് ചെക്കപ്പ് ചെയ്യണം, ആ പ്രശ്നം ഉണ്ടാകുന്ന ഫോളോ അപ്പ് വരണമെന്ന് പറയാറുണ്ട്.
patient treatment within the boundaries of the hospital last only a day. ഒരു ദിവസത്തിൽ കൂടുതൽ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരാറില്ല ആർക്ക് ഔട്ട് പേഷ്യൻസിന്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഒരു ദിവസത്തിൽ ഇന്നിത്ര അവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ സ്പെസിഫിക് ടൈം ആയിരിക്കും OP പ്രവർത്തിക്കുന്നത്. ഓക്കെ, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വേഗം ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കി, ഒരു 2 മിനിറ്റ് വേഗം വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. വായിച്ചു നോക്കിയാൽ എല്ലാവരും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കി ക്ലിയർ ആ, ഓക്കെ ക്ലിയർ ആണല്ലോ. നമുക്ക് എന്നാ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാലോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഒരു പേരും കൂടി ഉണ്ട്. എന്താണെന്നറിയാവോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാഷ്വാലിറ്റി എന്നൊക്കെ എഴുതിയിട്ട് ബോർഡ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കാഷ്വാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് റെഡ് കളറിലെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, നെയിം ബോർഡ് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താ കാഷ്വാലിറ്റിയിൽ ഏത് പേഷ്യൻസിനെ എടുക്കണമെന്ന് അറിഞ്ഞൂടല്ലോ. ഇവിടെ കാഷ്വാലിറ്റിയിൽ അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ആയിരിക്കും നമ്മൾ എന്തിൽ കൊണ്ടുവരുന്നത്? ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. എന്നുവെച്ചാൽ അവര് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനടി എന്ത് വേണം, അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അങ്ങനത്തെ പേഷ്യൻസിനെയാണ് നമ്മൾ എങ്ങനെ കാഷ്വാലിറ്റി ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനത്തെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓൾസോ നോൺ ആസ് എന്താണ് പറഞ്ഞത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റും ആണ്. ഏതൊരു എമർജൻസി സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനായിട്ട് ആര് കേപ്പബിൾ ആയിരിക്കണം? നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് കേപ്പബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ ആംബുലൻസിൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ പേഷ്യന്റിന് ആദ്യം എവിടെയാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഹാർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ പേഷ്യന്റിന് ആദ്യം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട എവിടെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലാണ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അവിടെ വെച്ച് ആള് നോർമൽ ആണ് എന്ന് തോന്നിയതിനു ശേഷം അല്ലെങ്കിൽ ആളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതിനു ശേഷം മാത്രമാണ് ആരാ നമ്മുടെ പേഷ്യന്റിന് എവിടേക്ക് കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നത്. നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു പേരാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഹാൻഡിൽ ദ പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യന്റ് who have brought by an ambulance in emergency situation. അത്ര എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദനയൊക്കെ ആയിട്ടായിരിക്കും ആംബുലൻസിൽ പേഷ്യന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കാഷ്വാലിറ്റിയിലാണ്. ഡിപ്പാർട്ട്മെന്റ് വർക്ക് അറൌണ്ട് ദ ക്ലോക്ക്. എന്താണ് അറൌണ്ട് ദ ക്ലോക്ക്? 24 hours വർക്കിംഗ് ആണ് കാഷ്വാലിറ്റി. എല്ലാ ഹോസ്പിറ്റൽസിന്റെയും കാഷ്വാലിറ്റി 24 മണിക്കൂറും എന്തായിരിക്കണം? വർക്കിംഗ് ആയിരിക്കണം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത് 24 മണിക്കൂറും എങ്ങനെയായിരിക്കണം? വർക്കിംഗ് ആയിരിക്കണം. It is equipped to deal with all kinds of emergency. നമ്മൾ എന്തൊരു എമർജൻസി, എന്തൊരു ആക്സിഡന്റ് സംഭവിച്ചാലും അതിനെല്ലാം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര് കേപ്പബിൾ ആയിരിക്കണം? നമ്മുടെ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേപ്പബിൾ ആയിരിക്കണം. ഏതൊരു എമർജൻസി ആണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല.
എന്നാലും എന്ത് എമർജൻസിക്ക് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ആര് കേപ്പബിൾ ആയിരിക്കണം? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ. Patients are assessed according to their degree of injury and emergency. നമ്മൾ ഓരോ പേഷ്യൻസിനെ തരംതിരിക്കുന്നത് അവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഗ്രി ഓഫ് എമർജൻസിയുടെ അനുസരിച്ചാണ് നമ്മൾ ഓരോ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത് തരംതിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ബിഫോർ ബീങ് സെൻഡ് ടു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. ഈ ഫർദർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഒരു പേഷ്യന്റ് നെഞ്ചുവേദനയായിട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി നെഞ്ചുവേദനയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് പേഷ്യന്റ് തലകറങ്ങി വീണിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ എമർജൻസി കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആ ഡോക്ടർ ഫസ്റ്റ് തന്നെ എന്ത് നോക്കണം? പൾസ് എന്താണെന്ന് ചെക്ക് ചെയ്യും. പൾസ് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. അപ്പൊ തന്നെ സഡനായിട്ട് തന്നെ CPR കൊടുക്കണം. അല്ലാതെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുക എന്നൊന്നും പറയാനായിട്ട് പാടില്ല. ഇപ്പൊ പ്രോമിറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച ആദ്യത്തെ അവേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് ആണ്. ഈ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആ വ്യക്തി ജീവിച്ചിരിക്കണോ അതോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ആ പേഷ്യൻസിന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് CPR പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ പേഷ്യന്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ CPR ഒന്നും കൊടുക്കാതെ ടൈമിൽ ആഡ് ചെയ്തു ആ CPR കൊടുക്കുന്ന ടൈമും കഴിഞ്ഞിട്ടാണ് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ആണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് ടൈപ്പ് അസുഖം ഉണ്ടോന്ന് നോക്കിയിട്ടായിരിക്കില്ല. എന്താണോ ആ പേഷ്യന്റിന് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ആദ്യ ഉത്തരവാദിത്വം കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം. നമുക്ക് നോക്കാം എന്താ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം. നോക്കാം. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ദ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ നോൺ ആസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൂടി ഇവിടെ പേരുണ്ട് കാഷ്വാലിറ്റി. Handle the problem of the patient who have brought by an ambulance in emergency situation. അത്ര എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും ഒരു പേഷ്യന്റിന് ആംബുലൻസിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ് ഇത് കാഷ്വാലിറ്റി. ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് അറൌണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറും റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും നമ്മുടെ എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കാഷ്വാലിറ്റിയിൽ. നമ്മൾ രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ OP ഒന്നും പ്രവർത്തിക്കാത്ത സമയമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ടാവും, കാഷ്വാലിറ്റി പോയി കാണിക്കാൻ പറയും. എന്തുകൊണ്ടാണ് കാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ടാവുന്നത്? അത് അറൌണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് കാഷ്വാലിറ്റി പോയി കാണിക്കാൻ പറയുന്നത്. And is equipped to deal with all kinds of emergency. എല്ലാ കൈൻഡ് ഓഫ് എമർജൻസി ഡീൽ ചെയ്യാനായിട്ട് ആര് കേപ്പബിൾ ആയിരിക്കണം? നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് കേപ്പബിൾ ആയിരിക്കണം. The patients are assessed according to the degree of injury or emergency. ഓരോ പേഷ്യൻസിന്റെ ഇഞ്ചുറിയുടെ അളവും അതേപോലെ എമർജൻസി നോക്കിയിട്ടാണ് ആ പേഷ്യൻസിന് ഓരോരുത്തരെ നമ്മൾ എന്ത് ചെയ്യണത്? അസസ് ചെയ്യുന്നത്. ആർക്കാണ് അടുത്ത ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നത്. And then give immediate treatment before being sent to specialized department for further treatment. അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ആയിരിക്കും അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതോ. അപ്പൊ ആദ്യം തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എവിടെ പ്രൊവൈഡ് ചെയ്യണേ? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഈ ലാസ്റ്റ് പോയിന്റ് ഏതായിട്ട് കണക്ട് ചെയ്യാം? ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അവർക്ക് നെഞ്ചുവേദനയായിട്ട് വന്ന ആൾക്ക് ഇപ്പൊ ബോധം ഇല്ലെങ്കിൽ പൾസ് ചെക്ക് ചെയ്യാതെ പൾസും ഇല്ലെങ്കിൽ നമ്മൾ CPR കൊടുത്തതിന് ശേഷം എന്താ പറയാ പൾസ് വന്നതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റേണ്ടത്? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റേണ്ടത് ആ പേഷ്യന്റിന്. അപ്പൊ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. പുതിയ വേർഡ്സ് ഒക്കെ അല്ലേ?
ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് ആണ്. ഇത്തിരി ടഫ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എടുക്കാൻ പോകുന്നത്. കാർഡിയോളജി. കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി എന്നൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയണം ഡിപ്പാർട്ട്മെന്റ്. ഹാർട്ട് റിലേറ്റഡ് ഡിസീസ്, അതെ, നമ്മുടെ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. The department deals with the problems of heart, human heart and circulation, blood circulation. Human heart, blood circulation relate ചെയ്യുന്ന അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എവിടെയാ കൊടുക്കുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കൊടുക്കുന്നത്. എന്താണ് കാർഡിയോളജി? മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡർ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണം അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, അത് കണ്ടുപിടിക്കുക, ഡയഗ്നോസ് ചെയ്യുക. ഇതൊക്കെയാണ് എവിടെ നടക്കുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ഹൃദയത്തിന്റെയും ഹൃദയത്തിലേക്ക് പോണ രക്തക്കുഴലുകൾ, ധമനികളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതും അതേപോലെ തന്നെ അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. It treats the people both on an inpatient and outpatient basis. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരു പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യന്റ് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് ട്രീറ്റ് ചെയ്യും. ഇപ്പൊ ഹാർട്ടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യും. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യന്റ് എമർജൻസി ആയിട്ട് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യും. The biggest area of the heart disease treated in coronary artery disease. അപ്പൊ നമ്മൾ ഈ നമ്മുടെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ് ചെയ്യണ മൊത്തം അസുഖങ്ങൾ ഒരുമിച്ച് പറയുന്ന പേരാണ് കോറണറി ആർട്ടറി ഡിസീസ്. ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണ ഏകദേശം എല്ലാ അസുഖങ്ങളെയും നമ്മൾ എന്ത് പറയും? കോറണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. ഓക്കെ, ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾ എല്ലാവർക്കും നോക്കാം കേട്ടോ. The department, as the same indicate, deals with the problems of human heart and circulation. അപ്പൊ ഹ്യൂമൻ ഹാർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണതും അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യണത്. Then cardiology is the medical specialty that deals with the diagnosis and treatment of disease and disorder of the heart. നമ്മുടെ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഡയഗ്നോസും ചെയ്യുന്നുണ്ട്. എവിടെ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നെഞ്ചുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില ECG എടുത്ത് നോക്കും. ECG വല്ല വേരിയേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ECG വേരിയേഷൻ ആയിട്ടെന്ന് തോന്നുന്നെങ്കിൽ അപ്പൊ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖമാണെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മളെ. It treats both people both on an inpatient and outpatient basis. നമ്മൾ ഇവിടെന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് വേർതിരിവൊന്നും കാണിക്കാതെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ എല്ലാ പേഷ്യൻസിനും, ഇൻപേഷ്യൻസ് ആവട്ടെ ഔട്ട് പേഷ്യൻസ് ആവട്ടെ, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The biggest area of the heart disease treated in coronary artery disease.
നമ്മുടെ ബിഗ്ഗസ്റ്റ് ഏരിയ ഹാർട്ട് ഡിസീസിന്റെ ബിഗ്ഗസ്റ്റ് ഏരിയ ആയ കോറണറി ആർട്ടറി ഡിസീസിനാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ ആൻജീനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചുവേദന എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മ നെഞ്ചുവേദന എന്ന് പറയും. നമ്മുടെ ഹാർട്ടില് ഒരു ഭയങ്കര 4 വശത്തു നിന്നും ഒരു വലിയൊരു വേദനയും ആ വേദന പതുക്കെ നമ്മുടെ ഈ ഷോൾഡറിലേക്ക് ആ പെയിൻ ഇങ്ങനെ വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ചും കൂടി ടൈം നമ്മ ഈ വേദന പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഹോസ്പിറ്റലൊന്നും പോവാണ്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ഹാർട്ട് അറ്റാക്കിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ഏത്, ആൻജീനിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നെഞ്ചിലെ ഹാർട്ടിന് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹാർട്ട് 4 വശത്തു നിന്നും നല്ല ഒരു എന്താ പറയുക നല്ലൊരു വേദന അനുഭവപ്പെടും. പയ്യെ നമ്മുടെ കൈയിലേക്ക് അതെന്ത് ചെയ്യും, കൈയിലേക്ക് വരും. അങ്ങനത്തെ വേദന സംഭവിക്കുകയാണ്. നെഞ്ചിൽ നിന്നും 4 ഭാഗത്തേക്കും പ്രത്യേകിച്ച് ഇടത് തോളിലേക്കും കൈയിലേക്കും അത് വേദന അതിയായിട്ടുള്ള ഭയങ്കര കഠിനമായിട്ടുള്ള വേദനയായിരിക്കും എന്ത് ചെയ്യുന്നത്, വ്യാപിക്കുന്നത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ എന്ന് പറയുന്നത് ആൻജീനിയ ഡിസോർഡർ, ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറയുന്നത് നെഞ്ചുവേദനയായിട്ട് തേക്കുന്ന അസുഖങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്മളെല്ലാവരും എന്താ പറയാ ഗ്യാസ് ആണെന്ന് പറയും, നെഞ്ചുവേദന നെഞ്ചുരുകൾ എന്നൊക്കെ പറയും. പ്രായമായവരാണെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നെഞ്ചുവേദന എടുക്കുന്ന പറയുന്നത് പറയാം ഗ്യാസ് ആണ്, കുറച്ച് എന്താ പറയാ ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും വെളുത്തുള്ളി കഴിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ചില സമയങ്ങളിൽ ഗ്യാസ് ആയിരിക്കും, പക്ഷെ ചില സമയങ്ങളിൽ അത് ഗ്യാസ് ആയിരിക്കില്ല. നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കിന്റെ ഫസ്റ്റ് സിംറ്റം ആയ ആൻജീനിയ എന്ന് പറയുന്ന അസുഖമായിരിക്കും. അപ്പൊ ആദ്യം വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് 4 വശത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കമ്പൽ ചെയ്തിട്ട് നമുക്ക് നെഞ്ച് വേദന എടുക്കാൻ തുടങ്ങും. നമുക്ക് ആ വേദന നമ്മുടെ തോളിലേക്ക് ഫസ്റ്റ് ബാധിക്കും. പിന്നെ അത് നമ്മുടെ കൈ മൊത്തമായിട്ട് ഇടതുവശത്തേക്കാണ് പോണത്, ഇടതുവശത്തേക്ക് ആ വേദനത്തെയും വ്യാപിക്കും. അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കാം. നേരത്തെ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇങ്ങനെ നെഞ്ചുവേദനയായിട്ട് ഷോൾഡറിലേക്ക് വേദന വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് ഫസ്റ്റ് എടുക്കുന്നത് ECG ആയിരിക്കും. അപ്പൊ ECG എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ കൺഫേം ചെയ്തത് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമല്ല, ശരിക്കും എന്താണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പോണതിന്റെ ഫസ്റ്റ് സിംറ്റം ആയിരുന്നു. ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്റെ വീടിന്റെ അടുത്ത് ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഈ ടൈമിലായിട്ട് ഒരു ചേട്ടന് ഇതേപോലെ നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന നമ്മൾ ഗ്യാസിന്റെ എന്ന് വിചാരിച്ചു. രാവിലെ ജോലിക്ക് പോയതാണ്, ജോലി സ്ഥലത്ത് വെച്ചിട്ട് നെഞ്ച് വേദന എടുക്കണോ എന്ന് തോന്നിയപ്പോ എന്ത് ചെയ്തു, ആ ചേട്ടൻ പറവൂര് ഞങ്ങളുടെ ടൗണിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ടൗണിൽ നിന്ന് വീട്ടിലേക്ക്, വീട് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പൊ അങ്ങോട്ട് എന്ത് ചെയ്തു വന്നു, തന്നെ വണ്ടി ഓടിച്ചു വന്ന് വീട്ടിൽ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തു. നെഞ്ചുവേദന കുറയില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പൊടിക്കൈ ഇഞ്ചിയിലല്ല വെളുത്തുള്ളി അതേപോലെ ജീരകമൊക്കെ കഴിച്ച് എന്നിട്ട് മാറില്ല എന്ന് കണ്ടപ്പോ ഒരുപാട് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു, ചേട്ടൻ കസിനെ വിളിച്ചിട്ട് നമുക്ക് പോകാം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. കാരണം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞ് 2 വീലറിന് ഈ ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടന്റെ ബാക്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്താനായിട്ടൊരു 10 മിനിറ്റ് 10ഓ 5ഓ മിനിറ്റ് ഗ്യാപ്പിൽ ഈ ചേട്ടന് ആ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദന വന്നു. ആ ചേട്ടൻ ബോധക്ഷയനായിട്ട് റോഡിലേക്ക് വീണ് മുഖം പൊട്ടി എന്താ പറയാ മുഖമൊക്കെ പൊട്ടി. അപ്പോഴേക്കും മുഖത്തെ കൊലത്തി അതുപോലെ അപ്പോഴേക്കും കൂടുതലുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി ഈ ചേട്ടനെ ഓട്ടോയിൽ കയറ്റി എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് പറ്റില്ല. കാരണം കുറച്ച് നേരത്തെ കൊണ്ടുവരെയുണ്ടെങ്കിൽ ഒരു 10ഓ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പോ കൊണ്ടുവരെയുണ്ടെങ്കിൽ നമുക്ക് ആ ചേട്ടന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്നായിരുന്നു ആ ഡോക്ടർ കൺഫേം ആയിട്ട് പറഞ്ഞത്. കാരണം ആ ചേട്ടന് നെഞ്ചുവേദനയാണ്, ഗ്യാസ് ആണെന്ന് പറഞ്ഞതല്ലായിരുന്നു അസുഖം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പത്തെ സിംറ്റംസ് ആയിരുന്നു അത് കാണിച്ചത്. ആ ചേട്ടൻ ഞാൻ പറഞ്ഞില്ല ടൗണിലായിരുന്നു വർക്ക് പ്ലേസ്. അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയിരുന്നെങ്കിൽ ECG എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് വല്ല വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ആ സമയത്ത് കണ്ടുപിടിക്കാം. ഈ ഹാർട്ട് അറ്റാക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റും, ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഹാർട്ട് അറ്റാക്ക് ആണോ അതെന്ത് അസുഖമാണെന്നുള്ള കാര്യം അറിഞ്ഞുണ്ടായിരുന്നു. സാധാരണ എന്താ വിചാരിച്ചത്, ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ ആരെങ്കിലും വേദനയാണ് അല്ലെ ഹാർട്ടിനോ വേദന ഷോൾഡറിലേക്ക് ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം.
എന്താണ്, എങ്ങനെയാണ് വേദന വരുന്നത്, നാല് വശത്തു നിന്നാണ് ആ വേദന സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഫസ്റ്റ് സിംറ്റം ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ സിംറ്റം എന്നുള്ളത്. അതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറയാം, ഞാൻ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് ഞാൻ എന്തായാലും കൊണ്ടുപോവാം, സേഫ് ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഈ ചേട്ടനെ കൊണ്ടുപോയത് ടൂ വീലറിനായിരുന്നു. ടൂ വീലറിൽ കൊണ്ടുപോയി ആക്സിഡന്റ് പോലെ പറ്റി. എന്ന് വെച്ചാല് ആ ചേട്ടനും ബോധം നഷ്ടപ്പെട്ട് പോയപ്പോ ബാലൻസ് കിട്ടാണ്ട് റോഡിലേക്ക് വീട്, മുഖമൊക്കെ പൊട്ടി കുറച്ച് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടാണ് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പൊ ഡോക്ടറിന് അറിഞ്ഞൂടെ ഈ പേഷ്യന്റ് ആക്സിഡന്റ് പറ്റി വന്ന പേഷ്യന്റ് ആണോ, നെഞ്ചുവേദന എടുത്ത് വന്ന പേഷ്യന്റ് ആണോ എന്ന് ഡോക്ടറിന് തന്നെ മനസ്സിലാക്കാനായിട്ട് ആദ്യം പെട്ടെന്ന് ആ ഒരു ടൈമിൽ മനസ്സിലാക്കാനും പറ്റിയില്ല. എന്തുകൊടുക്കാനും പറ്റില്ല, CPR പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് അച്ഛനും മരണം സംഭവിച്ചത്. നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് അസുഖമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കാട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് കോർണറി ആർട്ടറി ഡിസീസിലെ ഫസ്റ്റത്തെ ആന്റീനിയാണ് പറഞ്ഞത്. ഇനി കോർണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. എന്താണ് കോർണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്? ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിന് തന്നെ നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്, ബൈപ്പാസ് സർജറി എന്ന് പറയും. എന്താണ് ബൈപ്പാസ് സർജറി? നമ്മളത് കേട്ടിട്ടുണ്ടാവും. ഈ കോർണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് കേട്ടിട്ടില്ലെങ്കിലും ബൈപ്പാസ് സർജറി എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഓപ്പൺ ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുകയാണ്, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഹാർട്ടായിട്ട് ചെയ്യുന്ന ഒരു സർജറി ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല നമുക്ക് നോക്കാം കേട്ടോ. ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിലെ ബ്ലോക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന രക്തധമനികൾ ഉണ്ടല്ലോ, അതിന് ബ്ലോക്ക് സംഭവിക്കും. ബ്ലഡ് ഫ്ലോ ചെയ്യാണ്ട് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ബ്ലോക്ക് മാറ്റി രക്തയോട്ടം പുനഃസ്ഥാപിക്കണ ആ ഒരു ശസ്ത്രക്രിയയിലാണ് നമ്മൾ എന്ത് പറയണത്, കോർണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയണത്, ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. എന്ത് പറയണത്, ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യണ ആ ഒരു രക്തധമനിയിൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റി അത് പുനഃസ്ഥാപിപ്പിക്കണം ആ ഒരു ശസ്ത്രക്രിയയാണ്, രക്തയോട്ടം പുനഃസ്ഥാപിപ്പിക്കാൻ വേണ്ടി ചെയ്യണം ആ ശസ്ത്രക്രിയയാണ് നമ്മൾ എന്ത് പറയണത്, ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി cardiovascular surgery deals with the surgical treatment of heart and blood vessel. അപ്പൊ ഹാർട്ട് ആയിട്ടും സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, ഹാർട്ട് ആയിട്ട് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആയിട്ട് ക്ലിയർ ചെയ്യണം സർജിക്കൽ ട്രീറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറഞ്ഞത്. ഈ കാർഡിയോവാസ്കുലർ സർജറി തന്നെയാണ് കാർഡിയാക് സർജറി അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി. 3 പേരുണ്ട്. ഏതൊക്കെയാണ് ഒരു എഴുതിയിട്ട്, കാർഡിയോവാസ്കുലർ സർജറിനെ തന്നെ പറയുന്ന വേറെ പേരാണ് കാർഡിയാക് സർജറി, ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓപ്പൺ ഹാർട്ട് സർജറി ഹാർട്ടും അതേപോലെ ബ്ലഡ് വെസൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അസുഖങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർജറീസ് ആണ് ഏത്, കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഇനി കാർഡിയാക് സർജറി ഇൻവോൾവ് ദ പ്രൊസീജിയർ ലൈക്ക് ബൈപ്പാസ് സർജറി. ബൈപ്പാസ് സർജറിക്ക് കൊടുക്കുന്ന അതേ പ്രൊസീജിയർ ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്, കാർഡിയാക് സർജറിക്ക് കൊടുക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം കേട്ടോ. ഏത് കാർഡിയോവാസ്കുലർ സർജറിക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെ കാർഡിയോവാസ്കുലർ സർജറി എന്താന്ന് പറയാം. കാർഡിയോവാസ്കുലർ സർജറി ഓൾസോ റെഫേഴ്സ്, ഞാൻ പറഞ്ഞു ആ 2 പേര് എഴുതി വെക്കണം, കാർഡിയാക് സർജറി ഓർ ഹാർട്ട് സർജറി. വേറെ 2 പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്, കാർഡിയാക് സർജറി ആൻഡ് ഓർ ഹാർട്ട് സർജറി. Described any surgical procedure that involves the heart or the blood vessels that carry blood to and from the heart. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസിനോ അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസിനോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യണ എന്തെങ്കിലും സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെന്റിന് പറയുന്ന പേര്, അങ്ങനത്തെ സർജറിക്ക് പറയുന്ന പേരാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് കേട്ടോ. അങ്ങനത്തെ സർജറിക്ക് പറയുന്ന പേരാണ് കാർഡിയോവാസ്കുലർ സർജറി അല്ലെങ്കിൽ കാർഡിയാക് സർജറി അല്ലെങ്കിൽ ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാർഡിയാക് സർജറിനെ കുറിച്ച് പറഞ്ഞു. കാർഡിയാക് സർജറിയില് ആദ്യം നമ്മൾ ബൈപ്പാസ് സർജറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പറഞ്ഞതാണ് ബൈപ്പാസ് സർജറിയുടെ സെയിം പ്രൊസീജിയർ ആണ് കാർഡിയാക് സർജറിക്ക് ഫോളോ ചെയ്യുന്നത്. ഈ കാർഡിയാക് സർജറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സർജറീസ് ഉണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമാണ് വാൽവ് റിപ്പയർ. നമ്മുടെ ഹാർട്ടിന്റെ വാൽവ് ഉണ്ട്, അയോർട്ടിക് വാൽവുകൾ, അത് മാറ്റി സ്ഥാപിക്കുക, അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് വാൽവ് റിപ്പയർസ് ആൻഡ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. റിപ്പയർസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാം. റീപ്ലേസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ നമ്മുടെ കേടായത് രോഗബാധയായിട്ടുള്ള ആ വാൽവ്, അയോണിക് വാൽവിനെ കൃത്രിമമായി മാറ്റി സ്ഥാപിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വാൽവ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് റിപ്പയർ ചെയ്തു സ്ഥാപിക്കും. വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാൽവിന് എന്തെങ്കിലും കേടോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് രോഗത്തിന്റെ രോഗബാധ ഏൽക്കുമ്പോഴൊക്കെ നമുക്ക് ഹാർട്ടിന്റെ വാൽവിന് എന്തെങ്കിലും എന്ത് വരാറുണ്ട്, കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ കൃത്രിമമായിട്ട് വാൽവ് എന്ത് ചെയ്യും, കൃത്യമായി ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ മാറ്റി സ്ഥാപിപ്പിക്കാറുണ്ട്. അതിനെയാണ് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫക്ട്സ്. കൺജെനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റും എവിടെയാണ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനത്തെ കുട്ടികൾക്കും അല്ല അങ്ങനത്തെ ട്രീറ്റ്മെന്റും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വാക്സുലാർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽ. വാക്സുലാർ എന്ന് പറയുമ്പോൾ അത് എന്താണ്, ബ്ലഡ് വെസൽ രക്തക്കുഴലുകൾക്ക് വരുന്ന അസുഖങ്ങളെയാണ് വാക്സുലാർ ഡിസീസ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകൾ ബ്ലഡ് വെസൽസിന് വരുന്ന അസുഖങ്ങളെയാണ് എന്ത് പറയുന്നത്, വാക്സുലാർ ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ് വെസൽ പറഞ്ഞു. ഇനി നമ്മള് ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ള ഒരു പേരാണ് പേസ് മേക്കർ. എന്താണ് പേസ് മേക്കർ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും കേട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് പോട്ടെ, സിനിമയിലെങ്കിലും ഈ പേസ് മേക്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ കാണിക്കുന്നതാണ് പേസ് മേക്കറിന്റെ ഇമേജ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കുക, പേസ് മേക്കറിന്റെ ഇമേജ് ആണ്. പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റില് 60 പ്രാവശ്യം എന്ത് ചെയ്യണം, ഹൃദയമിടിപ്പ് വേണം. 60 to 100 ടൈംസ് ഹൃദയമിടിപ്പ് വന്നാല് ഓക്കെ ഓക്കേടാ. ഞാനില്ലേ മോനോട് പറയിപ്പിക്കാം കേട്ടോ, പേസ് മേക്കറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇല്ലേ, ഞാൻ പറയാം. ഈ പേസ് മേക്കർ സാധാരണ രീതിയിൽ ഹാർട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണത്, നമ്മിങ്ങനെ ടെസ്റ്റ് ഇത് നോക്കാറില്ല, ഹൃദയമെടുപ്പ് നോക്കാറില്ല. ഒരു മിനിറ്റിൽ 60 പ്രാവശ്യം ഹൃദയമെടുപ്പ് ഉണ്ടെങ്കിൽ നോർമൽ ആണെന്ന് നമ്മൾ പറയും. അല്ല 60-ൽ താഴെയാണെങ്കിൽ നമ്മുടെ ഹൃദയമെടുപ്പ് നോർമൽ അല്ല എന്നാ പറയുന്നത്. 60 താഴെ 40-നോടൊക്കെ അടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഹൃദയമെടുപ്പ് താഴുന്ന ആൾക്കാരിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പേസ് മേക്കർ ഫിറ്റ് ചെയ്യണത്. അങ്ങനെ പേസ് മേക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൃദയമെടുപ്പ് താഴുമ്പോ ഈ പേസ് മേക്കർ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള തരംഗങ്ങൾ വിട്ടിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് അയക്കും. കൃത്രിമമായിട്ട് എന്ത് ചെയ്യും, ഹൃദയമെടുപ്പ് നിലനിർത്തും. ഹാർട്ടിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഹൃദയമെടുപ്പ് എന്ത് ചെയ്യും, നിലനിർത്തും. അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പേസ് മേക്കർ യൂസ് ചെയ്യുന്നത്. മിനിറ്റിൽ 60 മുതൽ 100 വരെയാണ് ഹൃദയമിടിപ്പിന്റെ സാധാരണ നിരക്ക്. എന്നാൽ ചില സമയങ്ങളിൽ ഹൃദയമിടിപ്പിന്റെ നിരക്ക് മിനിറ്റിൽ 40-ൽ താഴെ വരും. 40-ൽ താഴെ വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, പേസ് മേക്കർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ പേസ് മേക്കർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ് മേക്കറിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഹാർട്ട് നോർമൽ ആയിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പേസ് മേക്കർ ഒന്നും ചെയ്യില്ല, അത് സാധാരണ രീതിയിലൂടെ അനങ്ങാതിരിക്കും. ഇനി ഹാർട്ട് ബീറ്റ് കുറയാണെന്ന് വിചാരിക്കും, ഇപ്പൊ 60-ൽ 40-ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഉടനടി ആയിട്ട് അത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ തരംഗങ്ങൾ, കൃത്രിമമായി ഉണ്ടാക്കിയിരുന്ന ഇലക്ട്രിക്കൽ തരംഗങ്ങൾ നമ്മുടെ ഹാർട്ടിലേക്ക് അഴക്കി അതനുസരിച്ച് ഹാർട്ടിനെ വീണ്ടും നോർമൽ ആയിട്ട് ഒരു 60-ലേക്ക് ഹാർട്ട് ബീറ്റോ 60-ലേക്ക് എത്തിക്കണം. ആ ഒരു പ്രവൃത്തിയാണ് ആര് ചെയ്യണത്, ഈ പേസ് മേക്കർ ചെയ്യണത്. പേസ് മേക്കറിന്റെ ഒരു ഇമേജ് ആണ് ഞാനിപ്പോ കാണിച്ചു തന്നത്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പേസ് മേക്കർ ആണ്. ഇവിടെ പുറത്ത് പേസ് മേക്കർ നമുക്ക് കാണാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. പേസ് മേക്കർ പൾസ് ജനറേറ്റർ ആണ് ഇത്. അതിന്റെ ലീഡ് എവിടേക്കാണ്, റൈറ്റ് ആൻറ്റിക്ലേക്കും റൈറ്റ് വെൻട്രിക്കിളിലേക്കും ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സർജറി ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യണത്, ഫിറ്റ് ചെയ്യണത്. ഓക്കെ, ഷംസിയ ഇബ്രാഹിമിന്റെ ഉപ്പാക്ക് ഇതേപോലെ പേസ് മേക്കർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ കുട്ടിയോട് നമുക്ക് ചോദിക്കാം ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണേ എന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ ഓൾറെഡി മാറ്റട്ടെ കേട്ടോ.
ഓഡിയോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ. ആ കുട്ടി മാത്രം എന്ത് ചെയ്യാം, സംസാരിക്കാനായിട്ട് നോക്കുക. ബാക്കി എല്ലാവരും എന്ത് ചെയ്യാൻ മ്യൂട്ട് ആക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ക്ലാസ്. പറഞ്ഞോട്ടാടാ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തത്, അതെന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞോട്ടാ. ഹായ് മാഡം. പറഞ്ഞോട്ടെ, ഞാനും മ്യൂട്ട് ആവുകയാണ്, മോൻ പറഞ്ഞു. ഓക്കെ. എൻ്റെ ഫാദറിലോ ആയിരുന്നു, ഹസ്ബൻഡിന്റെ ഉപ്പാക്കാണ് ഇതുപോലെ വയ്യാതായത്. ആൾക്ക് ഇതുപോലെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം വന്ന് അങ്ങനെ വേഗം തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ പൾസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 26 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ ലോ ആയി. പിന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അവിടുന്ന് എമർജൻസി ട്രീറ്റ്മെന്റിന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ICUയിൽ കയറ്റി. പിന്നെ ICU ട്രീറ്റ്മെന്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നമുക്കിത് പേസ് മേക്കർ സെറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ആളുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം സർജറി ചെയ്തു, പേസ് മേക്കർ വെച്ചു. അതൊരു 60 പൾസിലാണ് അത് സെറ്റാക്കി വെക്കുന്നത്. പിന്നെ നമുക്ക് തുടർന്ന് ആ 60% തന്നെ ആയിരിക്കും, പൾസിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് ഇങ്ങനെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇപ്പൊ 2 മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ 60 പൾസിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കേടാ. അപ്പൊ പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഹാർട്ട് ബീറ്റ് എന്താ ലോ ആയിട്ട് പോണ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള തരംഗങ്ങൾ നമ്മുടെ ഹാർട്ടിലേക്ക് അയച്ച് നോർമൽ ആക്കി നിർത്തുന്ന ആ ഒരു ഉപകരണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പേസ് മേക്കർ എന്ന് പറയുന്നത്. ഈ പേസ് മേക്കറിന്റെ ഇംപ്ലിമെന്റേഷനും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യണം, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, treatment of myocardial infraction is also done in this department. ഈ പേസ് മേക്കർ ഇംപ്ലിമെന്റേഷനും അതിന്റെ ട്രീറ്റ്മെന്റും അതേപോലെ മയോകാർഡിയൽ ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നെടുത്തത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള പോർഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉള്ള പോർഷൻ ആയിട്ടുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും വേർഡ്സ് പുതിയതായിട്ടാണ്, നമ്മൾ മിക്ക വേർഡ്സും പുതിയതായിട്ടാണ് കേൾപ്പിക്കുന്നത്. ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുള്ളൂ, ബാക്കി ഒരുപാട് ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് പുതിയ വേർഡ്സുകളാണ് കേൾപ്പിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു വേർഡിനെ കുറിച്ച് ഡൗട്ട് വരാണെങ്കിൽ അതെന്നോട് ചോദിക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കി. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹാർട്ടില് ബ്ലഡും അതേപോലെ തന്നെ വെള്ളവും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻഫെക്ഷൻ വരണം, നമ്മുടെ ഹാർട്ടിലെ പേശികൾ നശിച്ചു പോണ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മയോകാർഡിയൽ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വായിക്കൂട്ടെ, വേഗം വായിച്ചേ. കൺജനിറ്റൽ ഡിസീസ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ച ഉടനെ കുട്ടികളിൽ വരുന്ന
വരുന്ന ഡിസീസ് ആണ്. ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ ജന്മനാലെ ഉള്ള ഹാർട്ടിന്റെ പ്രോബ്ലംസിനും ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബർത്ത് ഡിസോർഡർ, ജന്മനാലെ ഉള്ള ഒരു ഡിസോർഡർ ആണ് എന്ത്? കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിന് ഏതെങ്കിലും വാൽവിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും എവിടെ പ്രൊവൈഡ് ചെയ്യും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യും. നോക്കി വേഗം അടുത്തത് നോക്കിയേ, വായിച്ച എല്ലാവരും. കോറണറി ആർട്ടറി സർജറി, ബൈപ്പാസ് സർജറി അല്ലേ? ഓക്കെ, ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലേക്കുള്ള നമ്മുടെ എന്താ പറയാ ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുകയാണെങ്കിൽ രക്തയോട്ടം നിലയ്ക്കും. അങ്ങനെ രക്തയോട്ടം നിലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്തിയില്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഫെയിലിയർ ആവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യും. ഹാർട്ടിലുള്ള ആ ബ്ലോക്ക് എന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത് ആ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറിനെയാണ് കോർണറി ആർട്ടറി ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ബൈപ്പാസ് സർജറി, ഓപ്പൺ ബൈപ്പാസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടില് ഈ വെള്ളവും രക്തവും കുറയണ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ പേശികളില് ഹാർട്ടിലെ പേശികളില് എന്താ അസുഖം ബാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ആ ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് സർജറി ആണ്. ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ ഹാർട്ടോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ സർജറികളെയും നമ്മൾ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയും. ഈ കാർഡിയോ വാസ്കുലർ സർജറിനെ തന്നെയാണ് കാർഡിയാക് സർജറി എന്നും ഓപ്പൺ ഹാർട്ട് സർജറി എന്നോ അല്ലെങ്കിൽ ഹാർട്ട് സർജറി എന്നോ പറയുന്നത്. ഡൗട്ട് ഇനി ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ക്ലിയർ ആണോ? രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, നോക്കാം കേട്ടോ. നമ്മൾ ഇന്ന് 3 ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് എടുത്തത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി, ദെൻ കാർഡിയോളജി ആണ് എടുത്തത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. In dash department, people comes to the hospital only for consultation and not for admission. Dash department എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറയാം. Okay. Dash department runs around the clock. Around the clock. A department ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. Sorry. Casualty and outpatient അല്ല, casualty and emergency department ആണ് around the clock. The patient treatment within the hospital lasts only for a day in dash department. The patient treatment within the hospital lasts only for a day in dash department, outpatient department ആണ്. Okay. Dash department, casualty department treat dash, sorry, ഒന്ന് പറയാം കേട്ടോ. Okay. Casualty department give dash treatment before being sent to specialized department for further treatment. Immediate treatment എന്നാണ് ആൻസർ വരുന്നത്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കേട്ടോ. ഓക്കെ അല്ലേ? അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞോന്നുള്ളൂ, അത് ക്വസ്റ്റ്യൻ പണിയാം അതുകൊണ്ടാ. ഓക്കെ, cardiology department deals with the problems of dash. Cardiology department deals with the problems of dash. Heart, human heart and blood circulation. എന്തായാലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. The surgical treatment of heart and blood vessel are called dash. The surgical treatment of heart and blood vessel
are called dash. Options ഞാൻ പറയാം. Cardiovascular surgery, cardiac surgery, open heart surgery. മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ all of the above ആണ്. ഏതാ ആൻസർ? ഓൾ ആണ് ട്ടാ. all of the above. Cardiovascular surgery, cardiac surgery, open heart surgery. സെയിം ആണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വായിക്കാം. നമ്മിപ്പോ പഠിച്ചതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്കറിയാം. അതുകൊണ്ട് ഓരോ വേർഡുകളും നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള പോർഷൻ ആണ് ഏത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വായിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് കേട്ടോ. നിങ്ങളിപ്പോ എടുത്ത് വെക്കൂലേ, എനിക്ക് മുമ്പായിട്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിക്കാം എല്ലാവരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ വേറെ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ താങ്ക് യു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.